തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പി 4.5 കോടി രൂപ അധികമായി ചെലവാക്കിയെന്ന പി.സി. ജോർജിന്റെ വെളിപ്പെടുത്തലിൽ പോലീസിനും തെരഞ്ഞെടുപ്പ് കമ്മീഷനും പരാതി നൽകാൻ മുൻ എം.എൽ.എ. സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ. ഫണ്ടിന്റെ ഉറവിടം അന്വേഷിക്കണം. പി.സി. ജോർജ് തിരുത്തി പറഞ്ഞത് പാർട്ടിയിൽ നിന്നുള്ള സമ്മർദ്ദം കൊണ്ടാണെന്നും സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ പറഞ്ഞു. റിപ്പോർട്ടറാണ് തെരഞ്ഞെടുപ്പ് ഫണ്ടുമായി ബന്ധപ്പെട്ട പി.സി. ജോർജിന്റെ വെളിപ്പെടുത്തൽ പുറത്തുകൊണ്ടുവന്നത്. പ്രതികരണം കാണാം. റിപ്പോർട്ടറിന്റെ വാർത്ത ഞാനും കണ്ടിരുന്നു. അതായത് തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിക്ക് ചെലവഴിക്കാൻ കഴിയുന്ന പരമാവധി തുക 40 ലക്ഷം രൂപയാണ്. ആ 40 ലക്ഷത്തിൽ അധികം ചെലവഴിച്ചാൽ അതൊരു തെരഞ്ഞെടുപ്പ് കുറ്റമാണ്. അപ്പോൾ ഒരു തെരഞ്ഞെടുപ്പ് കുറ്റം അദ്ദേഹം ചെയ്തതായി സ്വയം വെളിപ്പെടുത്തിയിരിക്കുകയാണ്. അപ്പോൾ വെളിപ്പെടുത്തിയ സ്ഥിതിക്ക് അക്കാര്യത്തിൽ അന്വേഷണം നടത്തി വസ്തുതകൾ കണ്ടെത്തി നിയമം അനുശാസിക്കും പ്രകാരമുള്ള നടപടികൾ സ്വീകരിക്കണമെന്നുള്ള ആവശ്യമാണ് മുന്നോട്ട് വയ്ക്കുന്നത്. ഇക്കാര്യത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനും പോലീസിനും പരാതി നൽകാനാണ്. ഒപ്പം തന്നെ തങ്ങളെ വ്യക്തിപരമായിട്ട് അധിക്ഷേപിക്കുന്ന ഒരു നിയമപരമായി മാനനഷ്ടത്തിന് കേസ് കൊടുക്കുന്ന അടക്കമുള്ള നിയമ നടപടികൾ സ്വീകരിക്കും. അദ്ദേഹം എല്ലാവരെയും ഇങ്ങനെ വ്യക്തിഹത്യ ചെയ്യുന്ന ഒരു സമീപനം കാലങ്ങളായിട്ട് സ്വീകരിച്ചു വരികയാണ്. അത് അവസാനിപ്പിക്കാൻ വേണ്ടി കഴിയുന്ന എല്ലാ നിലപാടുകളും മുന്നോട്ട് പോകും. അധ്യക്ഷൻ പ്രഭാഷണം നടത്തുമ്പോൾ പറഞ്ഞിരുന്ന കാര്യങ്ങളൊന്നും തങ്ങളെ ജില്ലാ പഞ്ചായത്തിന്റെ പ്രസിഡന്റ് ആക്കിയതൊക്കെ അദ്ദേഹം ഇടപെട്ടാണ് എന്നുള്ള തരത്തിലേക്ക് ഒരു വലിയ തമാശയാണ്. ഞാനന്ന് കേരള കോൺഗ്രസ് എമ്മിൽ നിന്നാണ് മത്സരിച്ചതും ജയിച്ചതും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ്. കേരള കോൺഗ്രസ് എം അന്ന് UDF-ന്റെ ഭാഗമാണ്. അദ്ദേഹം അന്ന് UDF-ന്റെ ഭാഗമല്ല. ഒരു വിവരക്കേട് എന്നുള്ളതല്ലാതെ അതിന് പ്രത്യേകിച്ച് ജോസഫിനിൽ നിന്നും മത്സരിച്ച് അപ്പുറത്തേക്ക് മറുകണ്ഠം ചാടി തികച്ചും തെറ്റാണ്. കാരണം ഞാൻ മത്സരിക്കുന്നത് 2015-ലല്ലേ. 2015 ജോസഫ് മാണി ഇല്ലല്ലോ. കേരള കോൺഗ്രസ് എം ഒറ്റ പാർട്ടിയാണ്. പിന്നെ എങ്ങനെ മാണിന്ന് ജോസഫിലോട്ട് മാറി, ജോസഫിലോട്ട് മാണിന്ന് മാറി എന്നൊക്കെ പറയുന്നത് അത് തികച്ചും അടിസ്ഥാനരഹിതമായ കാര്യമാണ്. അത് തന്നെയാണ് എന്തായാലും പി.സി. ജോർജിനെതിരെ പരാതിയുമായി മുന്നോട്ട് പോകുന്നു എന്ന കാര്യമാണ് മുൻ എം.എൽ.എ. കൂടിയായിട്ടുള്ള സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ വ്യക്തമാക്കുന്നത്. അഖിൽ കെ ചേരുന്നു കൂടുതൽ വിശദാംശങ്ങളുമായി. അഖിൽ, നമ്മൾ പുറത്തു കൊണ്ടുവന്ന വാർത്തയാണ്, ഏറെ ഗൗരവമുള്ളതാണ്. അതിന് പിന്നാലെ തന്നെ മറ്റു മാധ്യമങ്ങൾ അത് ഏറ്റെടുക്കുകയും ചെയ്തു. നോക്കൂ, തെരഞ്ഞെടുപ്പ് ചട്ടലംഘനമാണ് നടന്നിട്ടുള്ളത്. പി.സി. ജോർജ് തോറ്റു. അതുകൊണ്ട് ഇനിയിപ്പോ എം.എൽ.എ. രാജിവെക്കണമെന്നൊന്നും പറയേണ്ട വിഷയം ഇതിൽ വരുന്നില്ല. പക്ഷേ ഈ പണം, എത്ര പണം ചെലവഴിച്ചു, അതെവിടെ പോയി, ആർക്കൊക്കെ കിട്ടി, എന്തൊക്കെ ചെയ്തു, ഇതൊക്കെ കണ്ടുപിടിക്കേണ്ട കാര്യമാണ്. ബി.ജെ.പിയുടെ തെരഞ്ഞെടുപ്പ് ഫണ്ട് ക്രമക്കേടുകൾ അടക്കം സംസ്ഥാനം വലിയ രീതിയിൽ ചർച്ച ചെയ്യുമ്പോൾ നമ്മൾ പുറത്തു കൊണ്ടുവന്ന ഈ വിവരങ്ങൾ, അതിൽ തുടർ നടപടികൾ ഉണ്ടാകണം. തീർച്ചയായും റോഷനി തന്നെയാണ്. അതായത് 28 ലക്ഷം രൂപയാണ് പി.സി. ജോർജ് അദ്ദേഹത്തിന്റെ ചെലവായി കണക്ക്, അതായത് ചെലവായിട്ട് ഇലക്ഷൻ കമ്മീഷൻ മുമ്പിൽ സമർപ്പിച്ചിട്ടുള്ള രേഖ എന്ന് പറയുന്നത് 28 ലക്ഷം എന്ന് പറയും. പക്ഷേ അദ്ദേഹത്തിന്റെ വെളിപ്പെടുത്തിയത് 4,45,00,000 രൂപയ്ക്ക് മുകളിൽ ചെലവാക്കിയതിന്റെ കണക്ക് തന്നോട് തന്റെ ചില കാര്യങ്ങൾ ചെയ്ത് കാര്യമായിട്ട് കൊണ്ടുവന്നിരുന്നു എന്നുള്ള കാര്യമാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. അപ്പോൾ അതിൽ തന്നെ അതിനുശേഷം പിന്നീട് അതിൽ മലക്കം പറഞ്ഞു, അത് തന്നെ തെറ്റിദ്ധരിപ്പിച്ച് കൊണ്ട് പറഞ്ഞതാണ് എന്ന രീതിയിൽ മലക്കം പറയുന്നു. പക്ഷേ അതിലൊന്നും കാര്യമില്ല എന്ന് തന്നെയാണ് മുൻ എം.എൽ.എ. കൂടിയായിട്ടുള്ള സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ പറയുന്നത്. കൃത്യമായി ബി.ജെ.പി വലിയ തോതിൽ ഫണ്ട് മണ്ഡലത്തിൽ വിനിയോഗിച്ചിട്ടുണ്ട്. അതിന്റെയൊക്കെ ഒരു തെളിവ് തന്നെയാണ് ഈ വെളിപ്പെടുത്തൽ എന്ന്. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനും ഒപ്പം പോലീസിനും പരാതി നൽകുന്നു. കൂടെ തന്നെ വ്യക്തിപരമായി തന്നെ അധിക്ഷേപിച്ച പരാമർശങ്ങൾക്ക് അതിനെതിരെ പോലീസിൽ പരാതി നൽകുമെന്ന കാര്യമാണ് മുൻ എം.എൽ.എ. കൂടിയുള്ള സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ വ്യക്തമാക്കുന്നത്. ഒപ്പം തന്നെ അദ്ദേഹം ഇതിനെ കൃത്യമായി ചേർത്ത് പറയുന്ന കാര്യമാണ്. നമ്മൾ തന്നെ മുൻപ് പുറത്തുവിട്ടൊരു വാർത്തയായിരുന്നു, പൂഞ്ഞാർ മണ്ഡലത്തിൽ ബി.ജെ.പി വീടുകളിൽ ആളുകൾക്ക് പണം കൈമാറുന്നു. അതിന്റെ വീഡിയോ ദൃശ്യങ്ങളടക്കം നമ്മൾ പുറത്തുവിട്ടിരുന്നതാണ്. ഒരു വീട്ടിലേക്ക് ബി.ജെ.പിയുടെ ബൂത്ത് ഏജന്റ് എത്തുകയും പോക്കിൽ നിന്നും നോട്ടുകെട്ടുകൾ എടുത്തു കൊടുക്കും. ഇതൊക്കെ തന്നെ ഇത്തരത്തിൽ ഈ കള്ളപ്പണമാണെന്നും ഇപ്പോൾ ഇത്തരത്തിൽ നൽകിയ ഈ 4,45,00,000 രൂപ ചെലവാക്കിയ പണത്തിന്റെ ഭാഗമായിട്ടുള്ള അതിന്റെ ഒരു തെളിവാണ് പി.സി. ജോർജിന്റെ വെളിപ്പെടുത്തൽ എന്നുകൂടിയാണ് അദ്ദേഹം പറയുന്നത്. ഈ വിഷയങ്ങൾ കൂടി ചേർത്ത് വെച്ചുകൊണ്ട് തന്നെയാണ് പരാതിയമ്മ മുന്നോട്ട് പോകുന്നത്. അതിൽ കൃത്യമായ നടപടി വേണം. അതായത് ഈ 4,45,00,000 രൂപ ചെലവാക്കി എന്ന് പറയുമ്പോൾ അതിന്റെ സോഴ്സ് അത് എവിടെ നിന്നും വന്ന പണമാണ് എന്ന് കൃത്യമായി വ്യക്തമാക്കണം. അതായത് ബി.ജെ.പി പോലും 25 ലക്ഷം രൂപയാണ് നൽകിയത്. 28 ലക്ഷം ചെലവാക്കിയതിൽ 25 ലക്ഷം രൂപ ബി.ജെ.പി നൽകി എന്ന് പറയുമ്പോൾ ബാക്കി തുക എവിടെ നിന്നും വന്നു, അക്കാര്യത്തിൽ കൃത്യമായ ഒരു വ്യക്തത വരുത്തണം എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് തന്നെയാണ് എന്തായാലും റിപ്പോർട്ടർ വാർത്തയിൽ ഇടപെട്ടുകൊണ്ട് മുൻ എം.എൽ.എ. കൂടിയായിട്ടുള്ള സെബാസ്റ്റ്യൻ കുളത്തിൽ ഇപ്പോൾ 2 പരാതികൾ നൽകാൻ പോകുന്നത്. റോഷനി. ശരി അഖിൽ.